എല്ലാ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുമെങ്കിലേ എനിക്ക് വീണ്ടും വീഡിയോ ഒക്കെ എടുക്കാൻ ഒരു ഉത്സാഹമൊക്കെ ഉണ്ടാകുള്ളൂ കേട്ടോ. പിന്നെ ആദ്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇച്ചിരി സ്പീഡിലൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. അങ്ങനെ വീഡിയോ എടുത്ത് കുറച്ച് വീഡിയോകളൊക്കെ എടുത്ത് പരിചയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഞാനിന്ന് കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഭയങ്കര തുറന്നു പറയുന്നതിന് ഒരു മടിയില്ല, ഭയങ്കര മടിച്ചിയാണ് എല്ലാ കാര്യം ചെയ്യാനൊക്കെ. പക്ഷേ എങ്കിലും ഞാനിപ്പം കുറച്ച് ബോൾഡാകാൻ ശ്രമിക്കുന്നുണ്ട്. അതെൻ്റെ ജീവിത വിജയത്തിന് ഇച്ചിരി കാരണങ്ങളും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു 10 പോയിൻറ്റ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മുടെ ജീവിതം വിജയകരമായി തീരും, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാവരും ഒന്ന് കേട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ടോ. പിന്നെ ഇന്ന് പറയാൻ പോകുന്നതിന് ഒന്നാമത്തെ പോയിൻ്റാണ്, ഇതിന് ഹെഡേക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ജീവിതം സന്തോഷപ്രദമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ അനാവശ്യമായി ഇങ്ങനെ പരാതി പറച്ചിലുകളൊക്കെ ഇല്ലേ, അതൊഴിവാക്കുക. നമ്മളിങ്ങനെ ഓരോ കാര്യത്തിന് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ കുടുംബജീവിതത്തിലാണെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് വരുമ്പോൾ അല്ല വൈഫ് വരുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പരാതി, നമ്മൾ ഓരോ സന്തോഷങ്ങൾ പറയുന്നതിൻ്റെ പകരം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരൊക്കെ പരാതി ഇങ്ങനെ ഒരേ നിമിഷം പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവമുണ്ട്. എനിക്ക് ചില കൂട്ടുകാർ പറയാറുണ്ട്, ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ തന്നെ സമാധാനം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം മറ്റുള്ളവരുടെ സമാധാനം പോകുന്നതിനുകൂടി നമ്മുടെ സമാധാനം കൂടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ അനാവശ്യമായിട്ടുള്ള പരാതി പറച്ചിലുകൾ ഒഴിവാക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിഷേധകരമായ വിശ്വാസങ്ങൾ, അതായത് എന്താ അതിന് പറയുന്നത്, നമ്മൾ മതപരമായിട്ടും അന്ധവിശ്വാസമൊക്കെ ഇല്ല, നമ്മൾ അന്ധമായിട്ടുള്ള ഒരു വിശ്വാസങ്ങൾ, അതങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ല. അപ്പം നമ്മൾ പഴയ അമ്മച്ചിമാരൊക്കെ പറഞ്ഞൊരു പൂരമുണ്ട്, അപ്പോൾ നമ്മൾ അത് വിശ്വസിക്കും. നമ്മുടെ കുഞ്ഞു ബ്രെയിനിൽ നമ്മളതെല്ലാം കയറി പറ്റും, അങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ, നെഗറ്റീവ് കാര്യങ്ങളൊന്നും നമ്മൾ വിശ്വസിക്കാൻ പോകരുത്. നമ്മൾ പോസിറ്റീവായിട്ട് ഈ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കുക. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അന്ധവിശ്വാസത്തിലൊന്നും പോകില്ല. പിന്നെ മൂന്നാമത് പറയാനുള്ള, ആവശ്യമില്ലാതെ മറ്റുള്ളവരെ കുറ്റപ്പെടുന്നത്. നമ്മളിപ്പോൾ ജോലി സ്ഥലത്താണെന്ന് പറഞ്ഞാലും വീട്ടിലാണെന്ന് പറഞ്ഞാലും മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മുടെ കുറ്റം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ കുറ്റങ്ങൾ പറഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും. എല്ലായിടത്തും എല്ലാ ഫീൽഡിലും ഉള്ളതാണ്. പക്ഷേ നമ്മൾ കുറ്റം പറയുന്നവരുടെ മുമ്പിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകണം. നമ്മൾ കുറ്റം മറ്റുള്ളവർ പറയരുത്. ഇപ്പം ഞാൻ തന്നെയാണെങ്കിലും ഇവിടെ ജോലിയിലൊക്കെ ഇരിക്കുമ്പോൾ ഓരോരുത്തർ കുറ്റുമ്പോൾ ഞാനും കൂടുന്നില്ല, നേരത്തെ കൂടാതെ ഇപ്പം ഞാനത് ഒരുപാട് മാറ്റി. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നമ്മുടെ മനസ്സിന് തന്നെ ഒരു സമാധാനമുണ്ട്. അപ്പം അതാണ് മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതിരിക്കുക. പിന്നെ നാലാമതായിട്ട് പറയാനുള്ളത്, സ്വയം പഴിപറിച്ചിൽ. നമ്മൾ സ്വയമായിട്ട് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേക്കണം എന്ന് വിചാരിച്ച് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് മടി വരും. അപ്പം നമ്മൾ എഴുന്നേൽക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാടി പിടിച്ച് എഴുന്നേറ്റ് നമ്മൾ സ്വയം തന്നെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ സ്വയം അങ്ങ് പഴി പറയും. അങ്ങനെ ഒരിക്കലും നമ്മൾ പഴി പറയാൻ പാടില്ല. നമ്മൾ സ്വയം പഴിക്കാതിരിക്കുക. ഇന്ന് എഴുന്നേൽക്കാൻ പറ്റില്ല, സാരമില്ല നാളെ എഴുന്നേൽക്കാം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ സ്വയം പഴിപറച്ചിലൊക്കെ അങ്ങ് അവസാനിപ്പിക്കും. അതാണ് നാലാമത്തെ പോയിൻ്റ്. ഇനി അഞ്ചാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഭൂതകാലത്തിൽ മാത്രം ജീവിക്കുക. നമ്മൾ കഴിഞ്ഞ കാലത്തിൽ മാത്രം ഇങ്ങനെ ജീവിക്കുന്ന, കഴിഞ്ഞ കാര്യങ്ങളിൽ വന്ന തെറ്റുകളൊക്കെ ചിന്തിച്ച്, അല്ല കഴിഞ്ഞ കാര്യത്തിൽ വന്ന നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓരോ കുറവശകളൊക്കെ നമ്മൾ അതിങ്ങനെ ചിന്തിച്ച് അതിങ്ങനെ ചിന്തയിലൂടെ നമ്മൾ ജീവിക്കുക.
അങ്ങനെയല്ല വേണ്ടത്. നമ്മളിപ്പോൾ പ്രസൻറ്റ് ലൈഫിൽ ജീവിക്കുന്നു, പ്രസൻറ്റ് മൂമെൻറ്റിൽ നിൽക്കുന്നു. നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയുന്നത്, മുമ്പോട്ടുള്ള ഒരു ജീവിത വിജയമാണ് നമുക്ക് കിട്ടുന്നത്. പഴയ കാര്യം കാരണം നമ്മൾ മറന്നു പോകുക. അതൊന്നും ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാതിരിക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ബുക്ക് വായിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ, നല്ല മ്യൂസിക്കുകളൊക്കെ ഉണ്ട് യൂട്യൂബിനകത്ത്. ഇപ്പോൾ അത് കേൾക്കും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള പ്രസംഗം കേൾക്കാൻ ഇഷ്ടമുള്ള പ്രസംഗം കേൾക്കുക, മോട്ടിവേഷൻ കേൾക്കാനുള്ള. എൻ്റെ ഇപ്പോൾ ഹോബി 100% എന്താണെന്ന് ചോദിച്ചാൽ മോട്ടിവേഷൻ കേൾക്കുക. ഞാനിങ്ങനെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ മോട്ടിവേഷൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അനാവശ്യമായുള്ള വീഡിയോകളൊന്നും ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്ത് നോക്കാറില്ല. എനിക്കത് താല്പര്യമില്ല. നേരത്തെ ഇങ്ങനെയായിരുന്നു, പിന്നെ ഇപ്പോഴും അത് ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് 5ാമത്തെ പോയിൻ്റ്. പിന്നെ നമുക്ക് 6ാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ മാറ്റത്തിനോടുള്ള എതിർപ്പ്. നമ്മളിപ്പോൾ മാറണമെന്ന് വിചാരിച്ചിപ്പോൾ എനിക്കാണെന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടി. അപ്പം ഞാൻ ഓർക്കും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, അപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്യണം. അപ്പോൾ ഇന്ന് തന്നെ ചെയ്യും. എൻ്റെ അനുഭവം ഞാൻ പറയാം കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എക്സസൈസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹിച്ച് എഴുന്നേൽക്കും, പിന്നെ ഒരു മടി വരും. വേണ്ട, നാളെ മുതൽ ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താണ് തീരുമാനമെടുത്തത് അത് ചെയ്യുക. അപ്പം നമ്മൾ മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളത് മാറാൻ വേണ്ടി തന്നെ ശ്രമിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത് 6ാമത്തെ പോയിൻ്റ്. പിന്നെ 7ാമത്തെ, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള അനാവശ്യമായ വേഷം കെട്ടൽ. നമ്മൾ മറ്റുള്ള മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഒരു കല്യാണ ഫംഗ്ഷന് പോയെന്ന് പറഞ്ഞാലും കുറേ മേക്കപ്പ് അങ്ങനെ നമുക്ക് എന്തോ ആണ് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക. നമ്മളെങ്ങനെയാണ് മുടി കെട്ടാൻ ആഗ്രഹിക്കുന്നത് അത് രീതിയിൽ മറ്റുള്ളവരെ കാണിച്ചിട്ട് നമുക്ക് എന്ത് നേടാനാണ്? മറ്റുള്ളവർ ഇപ്പം നമ്മൾക്ക് ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി അന്നേരം പറയൂ, എന്ത് രസമാണ്, നല്ലതാന്നൊക്കെ ഇങ്ങനെ നമ്മളോട് പറയും. പക്ഷേ അവർ തിരിഞ്ഞ് നിന്ന് എന്തോ പറയുന്നത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള വേഷം കെട്ടുകളൊക്കെ നമ്മൾ ഒഴിവാക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി 8ാമത്തെ, മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ കാത്തിരിപ്പ്. നമ്മൾ മറ്റുള്ളവർ ഇങ്ങനെ നമ്മളെ നല്ലതാണ്, അതാണ് അതൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുക. അവർ പറയുന്ന ആശംസകൾ കേൾക്കാൻ വേണ്ടി. അങ്ങനെയല്ല, മറ്റുള്ളവർ ഇത് റിയലായിട്ടുള്ള ലൈഫിലൊന്നും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞിട്ടാണോ നമ്മൾ നല്ലതെന്ന് നമ്മൾ സ്വയം തന്നെ തോന്നണം. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് സെൽഫ് ലവ് വേണം. നമ്മുടെ കാര്യങ്ങൾ സ്വയം നോക്കാനുള്ള ഒരു കഴിവ് വേണം. മറ്റുള്ളവരെ ഒന്നും ആശ്രയിച്ച് ജീവിക്കാൻ. ഇപ്പം നമ്മൾ ബൈബിളിൽ പറഞ്ഞിട്ടില്ലേ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് യഹോവയിൽ ആശ്രയിക്കുക എന്ന് പറഞ്ഞു. നമുക്ക് ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന വേണം. ദൈവമേ, അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിന് എനിക്ക് എല്ലാ നന്മകളും നമുക്കൊരു നന്ദി എല്ലാ ദിവസവും വേണം. എല്ലാ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മളൊരു നന്ദി പറയുക. മറ്റുള്ള മനുഷ്യരിലൊന്നും നമ്മൾ ആശ്രയിക്കാൻ നിൽക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി 9ാമത്തെ പോയിൻ്റ്, എപ്പോഴും ഞാൻ മാത്രമാണ് ശരി എന്നുള്ളൊരു തോന്നൽ. ഇപ്പം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും അപ്പം മറ്റുള്ളവർ എന്തെങ്കിലും നമ്മുടെ തെറ്റുകൾ പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കാൻ തയ്യാറാകില്ല. കാരണം നമ്മളാണ് ശരി എന്നുള്ളതാണ് നമ്മുടെ തോന്നൽ. എന്താ പറയുന്നത്, ഐ ആം എ ഗുഡ്, അതൊക്കെ നല്ല പോസിറ്റീവ് വേർഡ്സാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ നമ്മുടെ എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് അംഗീകരിച്ച് നമ്മൾ മാത്രമല്ല ശരി, മറ്റുള്ളവർ പറയുന്നതും കൂടെ നമ്മൾ കേൾക്കണമല്ല. ഇത് ശരിയെന്നുള്ളത് കാര്യങ്ങൾ ഓക്കെ, അത് തെറ്റാണെന്നുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. എങ്കിലും നമുക്ക് ജീവിതം വിജയകരമാക്കാനേ പറ്റുള്ളൂ. ഇനി 10ാമത്തെ പോയിൻ്റ് എന്നാന്ന് പറഞ്ഞാൽ, തെറ്റ് ചെയ്യാൻ തിരുത്താൻ തയ്യാറാകില്ല. ചിലരുണ്ട് തെറ്റ് ചെയ്തിട്ട് അത് തിരുത്താൻ തയ്യാറാകില്ല. അത് അങ്ങനെയല്ല. നമ്മൾ എന്തെങ്കിലും തെറ്റ് ആരോടെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അവർ ഓർക്കും നമ്മൾ ക്ഷമ ചോദിക്കും. പക്ഷെ നമ്മൾ ക്ഷമിക്കത്തില്ല. നമ്മുടെ ഒരു സ്വഭാവമായി മാറ്റുക. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോടെങ്കിലും ക്ഷമ ചോദിക്കും, നമ്മളതൊരു കുറഞ്ഞ് ഫീലിംഗ് ആകും, സെൽഫ്നെസ് ആകും. അപ്പോൾ ഞാൻ എപ്പോഴും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ആരോടും സോറി ഒന്നും പറയാറില്ല.
ചെയ്യാറില്ലായിരുന്നു. നമ്മളൊരു അഹങ്കാരഭാവം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. എടുത്തടിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് ഇച്ചിരി മെച്യൂർഡ് ആയതുപോലൊക്കെയാണ് പെരുമാറാറുള്ളത്. എന്തെങ്കിലും എന്നിൽ നിന്ന് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ തുറന്ന് പറയാറുണ്ട്. പിന്നെ നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഓപ്പണായിട്ട് ഇപ്പോൾ ആരോടെങ്കിലും എന്തെങ്കിലും നോ എന്ന് പറയേണ്ടടുത്ത് ഞാൻ നോ പറയാറില്ല. ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ അവർക്കൊരു വിഷമമാവും. അങ്ങനെയല്ല, ഇപ്പം ഞാൻ എന്തെങ്കിലും എന്നിൽ നിന്ന് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേണം എങ്കിൽ ഞാൻ ആവശ്യപ്പെടും. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എനിക്ക് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ സംസാരിക്കണം, ഓപ്പണായിട്ട് സംസാരിക്കാറുണ്ട്. നേരത്തെയൊക്കെ ഒരു മനസ്സിൻ്റെ അകത്തൊരു ഇതാണ് ദൈവമേ ഞാൻ അങ്ങനെ സംസാരിച്ച് അവർക്ക് അങ്ങനെയല്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളത് സംസാരിക്കുക, നമ്മൾ ഓപ്പൺ മൈൻഡാകുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മോട്ടിവേഷൻ കേട്ടുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പം ഈ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇടുന്ന ഡ്രസ്സുകളിലാണെന്ന് പറഞ്ഞാലും ചുമ്മാ രാവിലെ നേരത്തെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുക, കിച്ചണിലോട്ട് പോവുക, ഫുഡ് വെക്കുക, മക്കൾക്കുള്ള ടിഫിൻ വെക്കുക, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അവനവൻ്റെ ഞാൻ ജസ്റ്റ് റെഡിയാകാൻ വേണ്ടി 5 മിനിറ്റ് എടുക്കും. പെട്ടെന്ന് പോവുക, പെട്ടെന്ന് കുളിച്ചിറങ്ങുക, ഒന്നും ശ്രദ്ധിക്കത്തില്ല, കണ്ണെഴുത്തില്ല, പൊട്ട് കാണത്തില്ല, മുടി ശരിക്കും എനിക്ക് കിട്ടത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് ഓടി അങ്ങ് പോവുക. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതം വിജയകരമാക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ഇതിന് കൂട്ടത്തിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തണം. നമ്മളിപ്പം ജീവിതം വിജയിക്കാൻ സന്തോഷകരമാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടാത്ത കുറേ കാര്യങ്ങളിപ്പോൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിൽ കൂടി ജീവിതം സന്തോഷകരമായും വിജയകരമാക്കാൻ വേണ്ടി നമ്മൾ സെൽഫ് ലവ് ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, നമ്മളെ തന്നെ ശ്രമിക്കാതെ കെയർ കൊടുക്കുക. നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റില്ല. വേദനകൾ വരത്തില്ലെന്നല്ല, വേദനകൾ വരും. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, നമ്മൾ ആ വേദന വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, പാട്ടുകൾ കേൾക്കുക. എന്തോരം കാര്യങ്ങളുണ്ട് ഇപ്പോൾ സന്തോഷം. മറ്റുള്ളവരല്ലല്ലോ, നമ്മൾ സെൽഫ് കെയർ ചെയ്ത് നമ്മളെ തന്നെ സ്നേഹിച്ച് മുമ്പോട്ട് പോയി നോക്കിക്കേ, എല്ലാവർക്കും നല്ലതേ വരുള്ളൂ. ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ്, എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരുപാട് ടെൻഷനുള്ള ആളാണ് ഞാനും. പക്ഷേ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വിജയിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മളെ തന്നെ സ്നേഹിക്കുക. നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നു, അങ്ങനെ നമ്മളൊരു സ്നേഹത്തിന് വേണ്ടി ആരുടെ മുമ്പ് യാചിക്കാനൊന്നും പോകരുത്. നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടായാൽ മറ്റുള്ളവർ നമ്മളെ തേടി വരുമെന്ന് അത് ഉറപ്പാണ്. കുടുംബക്കാരാണെന്ന് പറഞ്ഞാലും, സ്വന്തം ഹസ്ബൻഡാണെന്ന് പറഞ്ഞാലും, ഭാര്യമാരാണെന്ന് പറഞ്ഞാലും, മക്കളാണെന്ന് പറഞ്ഞാലും, നമുക്കൊരു സെൽഫ് കെയർ ഉണ്ടോ അപ്പോൾ അവിടെ നമ്മളെ തന്നെ തേടി വരും. നല്ല ഫ്യൂച്ചർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കട്ടെ. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഓരോ നന്മകൾ തരുമ്പോൾ നമുക്ക് ഒരേ എഴുതി വെക്കുക അല്ലെങ്കിൽ പറയുകയോ ചെയ്യുക. ആദ്യമേ നന്ദി യൂണിവേഴ്സ്, നന്ദി ഞങ്ങൾക്ക് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി എന്നൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ജീവിതത്തിൽ 100% വിജയം വരും. ഓക്കെ, എല്ലാവരും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.